കുട്ടി സഖാവ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നു, സംഭവം വൈറലാവുന്നു, വൻ ഹിറ്റാവുന്നു. ഈ പേജ് കുട്ടികൾ തുടങ്ങിയതല്ല, മാതാപിതാക്കൾ അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മെറ്റ ഈ പേജ് അങ്ങോട്ട് പൂട്ടി. കാരണം 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പേജ് തുടങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ പോളിസി. പക്ഷെ അവർ വിട്ടുകൊടുത്തില്ല കേട്ടോ. അവർ വേറെ പേജ് തുടങ്ങി കുട്ടികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കാണിക്കുന്നതിന് മുമ്പേ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. പിണറായി വിജയൻ സഖാവിന്റെ കൊച്ചുമോനോടാണ് ചോദിച്ചത്. വി.ഡി. സതീശൻ സാറാണ് ചോദിച്ചത്. CBSE ആണോ? അതെ, CBSE ആണ്. എവിടെയാ പഠിക്കുന്നത്? നാലാഞ്ചിറ സർവോദയെന്നു. അതായത് CBSE സ്കൂളിൽ പഠിക്കുന്നു, അതും നല്ല ഒന്നാന്തര സ്കൂൾ സർവോദയയിലുമാണ് പഠിക്കുന്നത്. കണ്ടോ, വിവരമുള്ള മാതാപിതാക്കൾ അങ്ങനെയാണ്. അവര് പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിനാണ് ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയത്തിനല്ല. ഹലോ, മോനിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 3-ാം ക്ലാസ്സിലാ. അതാരാ കൂടെയുള്ളതാരാ? വൈസ് പ്രസിഡന്റ്. ഓഹോ, അപ്പൊ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം കൂടെ ഉണ്ടല്ലേ? ഉഷാറല്ലേ? മെറ്റയോടെ എന്തായി? അത് നിലവിലൊന്നും ആയിട്ടില്ല, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരി. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓ, നല്ലത്. പിണറായി വിജയൻ സഖാവിനെ സംബന്ധിച്ച് ഒരു അപ്പൻ എന്നുള്ള നിലയ്ക്കോ അല്ലെ അപ്പൂപ്പൻ എന്നുള്ള നിലയ്ക്കോ അദ്ദേഹം വിജയിച്ച വ്യക്തി തന്നെയാണ്. കാരണം മകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു. ആ മകൾ ഇപ്പോൾ സ്വന്തമായിട്ടൊരു IT കമ്പനി നടത്തുന്നു. കൊച്ചുമകനെ CBSE സ്കൂളിൽ, അതും നല്ല മികച്ച സ്കൂളിൽ തന്നെ ചേർത്തു. പിള്ളേരെ സംബന്ധിച്ച് മുതിർന്നവർ വരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഇതെന്തോ വലിയ കാര്യമാണെന്ന് അവരങ്ങ് വിചാരിക്കും. പോരാത്തതിന് പിണറായി വിജയൻ സാറിനെ പോലുള്ള ഒരു വീഡിയോ കോൾ കൂടെ വിളിച്ചാലോ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അടുത്ത് ഉഴപ്പി പോകാതിരുന്നാൽ ഭാഗ്യം. ഇതൊക്കെ കാണുമ്പോഴേ എൻ്റെ കൊച്ചു ഭയങ്കര മോഹൻലാൽ ഫാനാണേ, എൻ്റെ കൊച്ചു ഭയങ്കര വിജയ് ഫാനാണേ എന്ന് പറയുന്ന പോലെയാണ്. അതായത് ഈ കൊച്ചു മോഹൻലാലിൻ്റെയോ വിജയുടെയോ സിനിമ കാണുന്ന ഒരു വീഡിയോ പിടിച്ചിടും, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ക്യാപ്ഷൻ കൊടുക്കും, കുട്ടി മോഹൻലാൽ ഫാൻ, കുട്ടി വിജയ് ഫാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് അപ്പനും അമ്മയും മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ വിജയ് ഫാൻ. അപ്പോൾ അവർ ചെറുപ്പം തൊട്ട് ഈ കൊച്ചിനെ ഇവരുടെ സിനിമകൾ കാണിച്ചിട്ട് ഇങ്ങനെ ഇവരെക്കുറിച്ച് ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിന് അവരോടൊരു ഇഷ്ടം വരും. ഇതാണ് സംഭവം എന്ന് പറഞ്ഞ പോലെയാണ് ഈ കുട്ടി സഖാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ. ഇത് കണ്ടോ, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് കണ്ടോ? ഇതെന്താ ഇത്? സ്വീകരണ പരിപാടിയോ? സ്റ്റേജിൽ കൊണ്ടിരുത്തുന്നോ? കഷ്ടമുണ്ട് കേട്ടോ. അല്ല, ഇതാര്? സുനിൽ P. ഇളയുടെ ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഭയങ്കര ബുദ്ധിജീവിയല്ലേ, ഘോരം പ്രസംഗിക്കുന്ന ആളല്ലേ, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ള വ്യക്തിയല്ലേ. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം വന്നപ്പോൾ എന്താ ഇങ്ങനെ? ഇപ്പൊ കുറെ എണ്ണം വരും, ശാഖയിൽ പോകുന്നതിന് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വരും. എൻ്റെ പൊന്നെ, ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കുക. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? രാഷ്ട്രീയത്തിന്. ചെറുപ്പം തൊട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊടിയെടുത്ത് കയ്യിലോട്ട് പിടിപ്പിക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ രക്തം കൊടുക്കണം, പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മരിക്കാൻ വരെ തയ്യാറാകണമെന്ന് കുഞ്ഞിലേ തൊട്ട് ഈ ബ്രെയിൻ്റെ അകത്ത് കുത്തിവെച്ച് അങ്ങോട്ട് പഠിപ്പിക്കുക. അല്ലാതെ ഞാൻ എന്ത് പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്.